സന്തോഷത്തിൻ്റെ നീളക്കുറവിന് പകരം അതിന് ഉയരങ്ങളാണ് നൽകുന്നത്. മനുഷ്യജീവിതത്തിൽ സുഖവും സന്തോഷവും സ്ഥിരമായിരിക്കില്ല എന്ന് ഇതിനു മുമ്പ് ഇവിടെ പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മനുഷ്യജീവിതത്തിൽ സന്തോഷത്തെക്കാൾ വളരെ നാൾ നീണ്ടു നിൽക്കുന്നത് സങ്കടങ്ങളല്ലേ എന്ന് തോന്നാറില്ലേ? ദുഃഖം വരുമ്പോൾ നമ്മൾ എന്താണ് സാധാരണ ചെയ്യാറുള്ളത്? ആരോടൊന്നും മിണ്ടാതെ അല്ലെങ്കിൽ പരിമിതമായി മാത്രം സംസാരിച്ച് എവിടെയെങ്കിലുമൊക്കെ ഒതുങ്ങി അങ്ങോട്ട് കഴിയും. ചിലർ ഏകാന്തതയിൽ അങ്ങ് അഭയം തേടും, മറ്റു ചിലർ കരഞ്ഞുകൊണ്ടേയിരിക്കും, വേറെ ചിലർ തൻ്റെ വിധിയെ പഴിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ സകല ഊർജ്ജവും നഷ്ടപ്പെട്ട് ജീവച്ഛവമായി ദിനരാത്രങ്ങൾ നാം തള്ളി നീക്കാറുണ്ട്. ഇനി ജീവിതത്തിൽ ഒരു കരകയറ്റം ഉണ്ടാകത്തില്ലല്ലോ എന്ന് പരിതപിച്ച് പ്രത്യാശയും പ്രതീക്ഷയും നശിച്ച അവസ്ഥയിൽ ഉഴലുന്ന എത്രയോ പേരെ നമുക്കടുത്തറിയാം. എന്നാൽ നമുക്ക് സന്തോഷമുണ്ടാകുമ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? ചിലർ തുള്ളിച്ചാടി നടക്കും, മറ്റു ചിലർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഓടി നടക്കും. പരീക്ഷയിൽ ഉന്നത വിജയം നേടിയാൽ, ആഗ്രഹിച്ച് ജോലി കിട്ടിയാൽ നമ്മൾ ആഹ്ലാദിക്കും, മതിമറന്ന് ആഹ്ലാദിക്കും, സന്തോഷിക്കും. നല്ലൊരു സിനിമയോ ഗാനമോ കവിതയോ മഴയോ ഒക്കെ നമ്മുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കും. എന്തൊക്കെ ആയാലും സന്തോഷത്തിന് അധികം ദൈർഘ്യമുണ്ടാകാറില്ല എന്നാണ് കണ്ടുവരുന്നത്. എന്നാൽ നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുന്നതാണ് നല്ലത്. എന്നാലത് മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാകുന്നതും ആയിരിക്കരുത്. സന്തോഷിക്കാൻ അവസരം വരുമ്പോൾ ആവോളം സന്തോഷിക്കുക. അത് നമ്മളെ ശുഭാപ്തി വിശ്വാസത്തിൻ്റെ പ്രത്യാശയുടെ ഉയരങ്ങളിലേക്ക് എത്തിക്കും. ശുഭദിനം.